ആന്റിബയോട്ടിക് ക്ലിയോപാട്ര ഉപയോഗിക്കുന്ന ആന്റിൻ ആന്റിൻ്റെ ശരിക്കും സൈന്യാധികം മുറൈറ്ററും ഒക്കെയാണ്. പക്ഷെ ബലഹീനത വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതാണ് ശരിപ്പം. എന്നാൽ ഓസ്ട്രേലിയ സീസൺ വരുന്നത് ചെയ്യുമ്പോഴത്തേക്ക് ക്ലിയോപാട്ര പരാജയപ്പെടും. അതാണ് ഏതിൻ്റെ വലിയ കോമ്പിനേഷനാണ് ഓസ്ട്രേലിയ സീസൺ. സ്ത്രീകൾക്ക് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് ചൊവ്വയ്ക്ക് വരുന്നത്. പൊതുവെ പൗരുഷമുള്ളത് അതേപോലെ ചൊവ്വയ്ക്ക് വരുന്നവരുടെ സൈക്കോളജി കുറച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജോഗ്രേ എഴുതിയ മെന്നാൾക്കുമായി അതില് ഈ നാട്ടിലെ കുറിച്ച് പറയുന്ന കുറെ മെയിൽ നേച്ചറുകൾ, ഈ മെയിൽ നേച്ചറുകളോട് സ്ത്രീകളുണ്ട്. ഈ നമ്മൾ ആണിനെ മാത്രമായിട്ട് അങ്ങനെ പറയരുത്. മെയിൽ നേച്ചറുകൾ ഒരുപാട് സ്ത്രീകൾ മാനസിക സ്വഭാവം അതുപോലുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കും ഒബ്സർവ് ചെയ്തവർക്ക്. അപ്പൊ അവരാ ചെയ്യുന്ന പ്രവർത്തികൾ അവരുടെ രംഗത്തെയും വീഴ്ചയൊക്കെ ഈ റൊമാൻസിന്റെ കാര്യം ശുഭമാണ്, സന്താനത്തിന്റെ കാര്യം വ്യാഴമാണ്. പക്ഷേ ശാരീരിക ബന്ധത്തിൽ, അതായത് സെക്ഷൽ വിറ്റേഴ്സിലേക്ക് കൂടുതൽ ചെയ്യുന്ന കോഴ്സ് ശക്തി എന്ന് പറയുന്നത് ശുഭയാണ്. അതുകൊണ്ട് തന്നെ ശ്രമിക്കുന്ന തരത്തില് വിവാഹകാലം ശുക്രൻ മാത്രമല്ല ചൊവ്വയുടെ തരം വികാരത്തിന് വളരെ പ്രാധാന്യമാണ് എന്ന ഒരു കാര്യം കൂടി ആണ്. പൊതുവെ സൈന്യാധിപനാണ്, കമ്പനികളിലെ മാനേജറാണ്, ലീഡറാണ്. മെയിൻ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാൻ കഴിവുള്ളവരാണ്. അതേപോലെ അതിൻ്റെ കുറച്ച് സൗകര്യവും ഒക്കെ ഉണ്ടാവും. ബിൽഡറാണ്, സോൾജറാണ്, മാർഷൽ ആർട്സ് ഒക്കെ ചെയ്യുന്നതാണ്, ജിമ്മിലൊക്കെ പോയി കൂടുതൽ ബിൽഡ് ചെയ്യുന്നതാണ്, സ്റ്റാമിനയാണ്, മെയിൻ നേച്ചറാണ്, അഗ്രസീവാണ്, ദേഷ്യക്കാരനാണ്, ശുദ്ധനാണ്, ഒറ്റത്തരങ്ങൾ ധാരാളം ഉള്ളവരാണ്. അതുപോലെ പൗരുഷവും ശരീരത്തിലാണെന്ന് വിശ്വസിക്കുന്ന സ്ത്രീകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരും, പൗരുഷം ശരീരത്തിലാണെന്ന് വിശ്വസിക്കുന്ന സ്ത്രീകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരും ചുവപ്പേറപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇവര് നിൽക്കുന്ന സ്ഥലത്ത് എപ്പോഴും ആയുധമോ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കും. ആരെങ്കിലും കൊല്ലുമോ എന്നൊരു ഭയം, ഒരു ഫോബിയ ഇവർക്ക് എപ്പോഴും ഉണ്ടാവും. ഈ ഫോബിയയുടെ പോലെയുള്ള ഫിയർ ഓഫ് ബീയിങ് മർഡർ, അതായത് എന്നെ ആരെങ്കിലും തട്ടുമോ അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കുമോ എന്നൊക്കെയുള്ള ഫോബിയ, കുജന്റെ ജലക്ഷയം മുമ്പ് കുജന്റെ പാവം എപ്പോഴും പ്രലോഭനാവുക, ചുറ്റും ആയുധങ്ങൾ അന്വേഷിക്കുക, എപ്പോഴും ഒരു കരതല് ചെയ്യുക, ഇതെല്ലാം ചൊവ്വയാണ്. ചൊവ്വയുടെ അതിദേവത സുബ്രഹ്മണ്യസ്വാമിയാണ്. മറ്റൊരു അതിദേവത എന്ന് പറയുന്നത് ഭദ്രകാളിയാണ്. അതുപോലെ തന്നെ ചാമുണ്ഡി പറയുന്ന വിഗ്രദേവതകളാണ് ചൊവ്വയുടെ അതിദേവതകൾ. അതേപോലെ ചൊവ്വ വീരഭദ്രസ്വാമിയാണ്. ഭോജരാശി വീരഭദ്രസ്വാമി ഉഗ്രദേവതകളാണ് വാസ്തവത്തില് ചൊവ്വയുടെ ദേവതയായിട്ട് പറയുന്നത്. ഒരു കഥകൾ നമുക്ക് ഡീകോഡ് ചെയ്തത് വിശേഷം നമുക്ക് അവസാനിക്കാം. ഇതാണ് നമുക്ക് പറയുന്നത് കേട്ടിട്ടുള്ളത്. പറയാം, ഒരു മാമ്പഴം കയ്യിൽ മഹാദേവന്റെ ഒരു മാമ്പഴം ഞാനിപ്പോൾ പറഞ്ഞ അപ്പൂതരാണ്. നമുക്ക് തൽക്കാലം ഇതിന് വേറെ രീതിയിലാണ്. ഭഗവാൻ ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമി മറ്റു മക്കൾ അവരുടെ വിഷയമാണ്. അവരുടെ അടുത്തേക്ക് മാമ്പഴം ചോദിക്കും, കയ്യിലിരിക്കുന്ന മാമ്പഴം ചോദിക്കുന്ന സമയത്ത് ഈ മാമ്പഴം 3 ലോകം കറങ്ങി ആരാണോ മുന്നിൽ വരുന്നത് അവർ സമയമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം സുബ്രഹ്മണ്യസ്വാമി വാഹനമായിട്ട് മയങ്ങി വരുന്നത് ലോകം കിട്ടാൻ. പക്ഷേ അച്ഛനമ്മമാരാണ് എന്റെ ലോകം എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് 3 പ്രാവശ്യം ആ മാമ്പഴം ഗണപതി ഭഗവാൻ കഴിച്ചില്ല. വളരെ പ്രജ്ഞാനത്തോടെ പോയിട്ട് വന്നാണ് ഗണപതി ഭഗവാന്റെ കയ്യിൽ ഈ മാമ്പഴം ഇരിക്കുന്നത് കണ്ടിട്ട് ഗണപതി ഭഗവാന്റെ പൊട്ടുകൊടുത്ത് കഴിഞ്ഞ് പിണങ്ങി പോവുകയും ചെയ്യും. ഇതാണ് ചൊവ്വ. അതായത് ഒരു കാര്യം കിട്ടുന്നത് ദൈവം ചെയ്യണം. എന്തെങ്കിലും കാരണവശാൽ അവര് ആ കാര്യം കേൾക്കുന്ന എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഒരു വയലൻസ് ഉണ്ടാവും. ഇവർക്ക് എല്ലാ മേഖലകളിൽ കുറച്ച് ബുദ്ധി ഉപയോഗിക്കുന്നവരെ എന്താണോ പറയുന്നത് അതുപോലെ അത് ചെയ്യാൻ നോക്കും. എന്നാൽ സൂര്യവൃത്തിയുടെ വരുന്ന സമയത്ത് ഇവർ കൃത്യമായിട്ട് അതിന് വേണ്ട ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഏറ്റവും വലിയ വീക്ക്നെസ്സായിട്ട് ഇവർ മുഖത്ത് വരുന്നുള്ള ആൾക്കാരെ തകർക്കാൻ അക്ഷരവതിയാണ്. ഇവർക്ക് വീക്ക്നെസ് വരുന്ന ഒരു കാര്യമാണ്. അതിനെ ആക്രമിച്ചാൽ ഇവർ കളയും. ഇവരെ ഫിസിക്കലി തകർക്കാൻ പാടാണ്. മെന്റലി മാത്രമേ ഇവർക്ക്
കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം ചൊവ്വയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ആകത്ത് അഥവാ അത് കശാപ്പ് ശാലകൾ, കശാപ്പ് ശാലകൾ നമ്മുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലം, സർജറി നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്റർ, അതേപോലെ ബ്ലഡ് വരുന്ന സ്ഥലങ്ങൾ, മൂർച്ചയിട്ട് വെച്ചിരിക്കുന്ന ആയുധങ്ങളുടെ കത്തികൾ, ദേഷ്യം, അതുപോലെ ഹെവി എക്യുപ്മെന്റ്, ഇലക്ട്രിസിറ്റി, ഇതെല്ലാം ചൊവ്വയുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ കുറച്ച് ബ്ലഡ് വരുന്ന, കുറച്ച് ഷോക്കിംഗ് ആവുന്ന, ഹൈ എനർജറ്റിക് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ, ഹെവി ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ കാണുമ്പോഴും അവിടെ ചൊവ്വ എന്ന ബോധം ഉണ്ടാവും. ചൊവ്വയ്ക്ക് ബലം കുറഞ്ഞിട്ടുള്ളത് ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി സുബ്രഹ്മണ്യ സ്വാമി ഒക്കെ പ്രാർത്ഥിക്കുകയും കരദേവതയെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ വളരെ ഗംഭീരന്മാരായിട്ട് വരും. ചൊവ്വ ഇൻവെസ്റ്റ്മെന്റിനെതിരുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ചൊവ്വ ഇവിടെ ദശ അപഹാരമൊക്കെ നടക്കുന്ന സമയത്ത് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്ത് പരാജയത്തിൽ കടമായി മാറും. ഇൻവെസ്റ്റ് ചെയ്ത് കടമായി മാറും. അത് ഓർത്ത് വെച്ചില്ല. അപ്പം നമ്മൾ ആദ്യം പഠിച്ചു, ഓണം പഠിച്ചു, അങ്കാരനെ പഠിച്ചു, അച്ഛനെ പഠിച്ചു, അമ്മയെ പഠിച്ചു, സൈന്യാധിപനെ പഠിച്ചു, രാജാവിനെ പഠിച്ചു, രാജ്ഞിയെ പഠിച്ചു, സൈന്യാധിപനെ പഠിച്ചു. ഇന്നും അവിടുത്തെ മന്ത്രിയെ പഠിക്കണം. മാനിപ്പുലേറ്റർ, കമ്മ്യൂണിക്കേറ്റർ ആയിട്ടുള്ള ബുദ്ധനെ കുറിച്ച് പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ നമസ്കാരം. നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പുതിയ ക്ലാസ്സുകൾ ഗ്രഹങ്ങളുടെ ഒരു വിശകലനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു. ചന്ദ്രനെക്കാട്ടിൽ കുറച്ചുകൂടെ സ്പീഡുള്ള പക്ഷിധാരാഗ്രഹങ്ങളിലെ ഏറ്റവും വേഗതയേറിയ മെർക്കുറി ആണോ ബുധനെ കുറിച്ചാണ്. ചിത്തവാക്കുകൾ ചിത്തമാരുടെ